വൈകിട്ടായില്ലേ ഒരു ചായയൊക്കെ കുടിച്ചേക്കാം അല്ലേ? ഈ ചായ ഒരു സ്പെഷ്യൽ ചായയാണ് കേട്ടോ. ചായയുടെ ടേസ്റ്റ് അല്ല സ്പെഷ്യൽ, ഈ ചായ ഉണ്ടാക്കിയ രീതിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലോ ഗ്യാസ് അടുപ്പിലോ വിറകടുപ്പിലോ ഒന്നുമല്ല ഈ ചായ ഉണ്ടാക്കിയത്. ഇത് കരിയോയിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു അടുപ്പിലാണ് ഈ ചായ ഉണ്ടാക്കിയത്. ഇതാണ് കേട്ടോ ആ അടുപ്പ്. പൈസമാലി സ്വദേശിയായ സുമേഷ്, കൂടാതെ എൻ്റെ കൂട്ടുകാരനുമാണ്. 10ാം ക്ലാസ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അവൻ ഉണ്ടാക്കിയതാണ് ഈ അടുപ്പ്. ഗ്യാസിന് ഷോർട്ടേജ് വന്നുകൊണ്ടാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ മുതൽ പ്ലാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്യാസും ഇല്ല വിറകും ഇല്ലാതായപ്പോൾ പദ്ധതി ആലോചിച്ചു. കുറെ പേരൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ എത്രയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നമ്മുടെ പണിക്കൂലി എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ 4000 മുടക്കം വരുമെന്ന് തോന്നുന്നു. 4000 മുടക്കം അത്ര വലിയ മുടക്കമില്ല ഇതുവരെ. കറണ്ട് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ പ്രശ്നമുള്ളൂ. 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ആണല്ലോ മതി. 12 വോൾട്ടിന്റെ ബാറ്ററി മതി. ഈ ടാങ്കിലാണ് നമ്മൾ കരിയോയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം വഴി താഴെ അടുപ്പിനകത്തേക്ക് ഓരോരോ ഡ്രോപ്പായിട്ട് കരിയോയിൽ വന്നുകൊണ്ടിരിക്കും. ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഈ മെഷീനകത്ത് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനുള്ളിലെ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് കറണ്ട് വേണ്ടത്. അതുപോലെ ഈ ഫാനിൻ്റെ കാറ്റ് കൂട്ടിയും കുറച്ചിടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ തീയ് കൂട്ടിയും കുറച്ചും നമുക്ക് ഇടാം. ഈ വാൽവിനകത്തൂടെയാണ് ഡ്രോപ്പായിട്ട് കരിയോയിൽ എത്തുന്നത്. സാധാരണ നമ്മുടെ അടുപ്പിൽ തീ പിടിപ്പിക്കുന്നതിൽ ആദ്യം നമ്മൾ ഒന്ന് ചെറുതായിട്ട് തീ പിടിപ്പിച്ച് കൊടുക്കണം. 1.5 ലിറ്റർ കരിയോയിൽ ഉപയോഗിച്ച് സാധാരണ ഒരു ഫാമിലിക്ക് 3 ദിവസത്തേക്കുള്ള പാചകം ചെയ്യാൻ ലഭിക്കും.